അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. അപ്പം എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ മാക്സിമം സൗണ്ടിൽ സംസാരിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഡെലിവറി. ആഫ്റ്റർ മാത്രമല്ല, ബിഫോറിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഫസ്റ്റിന് ഞാൻ പറയാം, എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഡെലിവറിക്ക് ശേഷം എല്ലാവർക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല കാര്യങ്ങളല്ല. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് നിങ്ങൾക്കത് ഉണ്ടാവണമെന്നില്ല. ഓരോരാൾക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്നെ പോലെ ആവണമെന്നില്ല നിങ്ങളുടേത് പോലെ ആവണമെന്നില്ല എൻ്റെതും. ചിലപ്പോൾ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഡെലിവറി സ്റ്റോറിയുടെ ടൈമിൽ ഇപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചെറിയ ഷുഗർ ഇല്ലവർ തന്നെ ചിലപ്പോൾ അത് കേട്ടിട്ട് 5 നേരം ഇൻസുലിൻ എടുത്തു ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെലിവറിക്ക് മുമ്പേ ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മെൻ്റലി ചേഞ്ചസ് ഉണ്ടാവാം, ഫിസിക്കലിയും ചേഞ്ചസ് ഉണ്ടാവാം. ഞാൻ രണ്ട് കാര്യങ്ങളും പറയുമ്പോൾ, മെൻ്റലി എനിക്കുണ്ടായ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെലിവറിക്ക് മുമ്പേ കുറച്ചുകൂടെ ദേഷ്യം കുറവായിരുന്നു. ഇപ്പം എനിക്ക് നല്ല ദേഷ്യം, പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുമ്പേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളൊന്നല്ല. നമുക്ക് അതിൻ്റെ നെഗറ്റീവായിട്ടും കാണാം, പോസിറ്റീവായിട്ടും കാണാം. കാരണം നമ്മൾ റിയാക്ട് ചെയ്യേണ്ട പല സ്ഥലത്തും ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് എനിക്ക് അവരോട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാ മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് കണ്ടാൽ അത് നമുക്കത് അയ്യോ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അതവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. അതെൻ്റെ ഒരു നെഗറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നല്ല, പക്ഷെ അത് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനത് ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്. അതായത് ദേഷ്യപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് മറ്റുള്ളവർ സംസാരിക്കുന്നെങ്കിൽ അതങ്ങനെയല്ല എന്നെനിക്ക് പറയാനുള്ളൊരിത് അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നോ, അത് ഡെലിവറിക്ക് ശേഷം അങ്ങനെയല്ല, അങ്ങനെ ഒരു മാറ്റം എനിക്ക് വന്നതായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടില്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ് അതെന്ന് പറയുന്നത്. ആരൊക്കെ കൂടി ഉണ്ട്, അതിന് ആരില്ല എന്ന് പറഞ്ഞാലും നമ്മൾ സഫർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല പ്രഷർ വരും. അപ്പോൾ അത് ബാക്കിയുള്ളവരോട് നമുക്കത് എങ്ങനെ ഇനി എത്ര എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിന്നാലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ ദേഷ്യം ഇപ്പം എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും ഒക്കെ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇപ്പം. അത് ഞാൻ മനഃപൂർവ്വമല്ല, എനിക്ക് പെട്ടെന്ന് അത് പണ്ടൊക്കെ ദേഷ്യം വരുമെങ്കിലും ഞാനത് കൺട്രോൾ ചെയ്യും. പക്ഷേ കൺട്രോൾ വരെ കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് ചിലപ്പോൾ എൻ്റെ ഈ ഒരു ടൈമിലത്തെ എൻ്റെ ആ ഒരു ഹോർമോൺസിൻ്റെ ഒക്കെ ചേഞ്ചസ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നത്. പിന്നെ ഫിസിക്കലി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും സാധാരണ പ്രസവമൊക്കെ കഴിയുമ്പം നല്ല തടിയൊക്കെ വെക്കും. ഞാനും ഡെലിവറി കഴിഞ്ഞപാടെ തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ തടി അത്യാവശ്യം വരുന്ന തടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനേക്കാളും തടി ഉണ്ടായിരുന്നു. ആ തടിയിൽ നിന്ന് ഇപ്പം നമ്മൾ തടി കുറയുമ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ തടി കുറയുന്നത്, സാധാരണ പ്രസവം കഴിഞ്ഞ് എല്ലാവരും തടിക്കുമല്ലേ ചെയ്യുക. കാരണം പണ്ടത്തെ അവരുടെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടെന്ന്. ഇപ്പം എല്ലാവരും ഞാൻ നോക്കുന്നവരെല്ലാവരും എൻ്റെ കൂടി ഡെലിവറി കഴിഞ്ഞവരെല്ലാം എന്നെ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു സമാധാനം. പക്ഷെ പണ്ടത്തവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചമരുന്നൊക്കെ കഴിക്കുമല്ലോ, ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. ഞാനും കഴിച്ചിരുന്നു, പക്ഷെ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. എനിക്കത് എൻ്റെ ശരീരത്തിന് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഡെലിവറിക്ക് മുമ്പേ അമ്മയൊക്കെ ഇത് കഴിക്കുമ്പോൾ എനിക്കും വേണം, അന്നേരം ഇത് കഴിച്ചുകൂടാന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും വേഗം ഡെലിവറി കഴിഞ്ഞില്ലെങ്കിൽ ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നമുക്കിങ്ങനെ ഡെയിലി ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അതിൻ്റെ രുചി പറ്റത്തില്ല, ചിലർക്ക് അതിൻ്റെ സ്മെല്ലിന് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എനിക്ക് സ്മെല്ലായാലും രുചിയായാലും ഒന്നും കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് സംഭവം ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കഴിക്കുമ്പോൾ നല്ല മധുരം, ശർക്കര നമ്മൾ ഉരുക്കി ഒഴിക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ ബോഡിയിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലപ്പോൾ ചില രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന് നമുക്ക് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അത് എല്ലാ കുട്ടികൾക്കും അത് പറ്റണമെന്നില്ല. ഡോക്ടേഴ്സ് അത് കഴിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ചില ഡോക്ടേഴ്സ് പറയുന്നത്. ചിലർ കഴിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ പണ്ടുള്ളവരുടെ ഇത് വെച്ചിട്ട് അത് കഴിക്കുന്നത് കൊണ്ട് അതായത് നമ്മുടെ നടുവിനും നമ്മളെല്ലാം ഡെലിവറിക്ക് ശേഷം നമ്മുടെ എല്ലുകളെല്ലാം ഒരു ബലം കുറഞ്ഞ് ഇളകി നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതിനെല്ലാം നടുവേദനക്കും എല്ലാത്തിനും ഉപകാരം ചെയ്യുന്നതാണ് അവർ പറയുന്നതെന്നല്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ഞാനതിനൊരിക്കലും എതിർക്കാനോ അനുകൂലിക്കാനോ നിൽക്കുന്നില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു കഴിക്കാൻ. ചിലപ്പോൾ അതുകൊണ്ട് നല്ല മാറ്റങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ കഴിക്കുന്നവർക്ക് കഴിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് നിർബന്ധിച്ച് കഴിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അതിനെക്കൊണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാം, അത്രമാത്രം. പിന്നെ അങ്ങനെ കഴിച്ച സമയത്ത് ഞാൻ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ കുട്ടി ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുന്നൊന്നല്ലല്ലോ, നമ്മൾ അവരുടെ കൂടെ തന്നെ ഓടുവാണ്.
നമ്മൾ അങ്ങനെ വലിയ റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതിന് എന്ത് പറഞ്ഞാലും. അതുമായി പിന്നെ ഷുഗറിൻ്റെതുമായി, ഷുഗർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തടി കുറയും. അപ്പോൾ പക്ഷെ ഞാൻ ഡെലിവറിക്ക് മുമ്പ് തടി ഉണ്ടായിരുന്നു, ഇപ്പോൾ തടി ഇല്ല എന്നല്ല. ഞാൻ അന്നേരം ഇപ്പോഴും ഒരു ഇടത്തരം തടിയിലാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഡെലിവറി കഴിഞ്ഞ പാടെ നല്ല രീതിയിൽ തടിച്ചിരുന്നു. ആ ഒരു നീരൊരു വീക്ക് ഉണ്ടാവുമല്ലോ എല്ലാവരും എന്താ പറഞ്ഞാൽ, അതുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മാറ്റം പറഞ്ഞാൽ മുടി കൊഴിച്ചൽ എല്ലാവരും പറയും ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയുന്നില്ലെന്ന്. എനിക്ക് മുമ്പും കൊഴിയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും. പിന്നെ ഒന്നാമത് നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല. അതായത് മുടി ഞാൻ ഒട്ടും കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കെയർ ചെയ്ത് വരുന്നുണ്ട്. അതായത് അതിന് ഒരു താല്പര്യം, നമുക്ക് ആ ഒരു മൈൻഡ് അങ്ങനെ ആയിരിക്കും കുട്ടിയൊക്കെ ഉണ്ടാവും. ഇതും നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ചീറ്റി വൃത്തിയാക്കാനോ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ അവസ്ഥയിലേക്ക് മുടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡേഞ്ചറാവും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മുടി കൊഴിച്ചിലുണ്ടാവും, സാധാരണയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് വല്ല ഹെയർ ഓയിലോ, ഞാനിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഫിസിക്കലി വരുന്ന 2 ചേഞ്ചസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മുടി കൊഴിയുന്നില്ലത്. ഈ മുടി കൊഴിയുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിനെ അനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ ഇമോഷൻസ്, ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിയുന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഈ മുടിയൊന്നും ശ്രദ്ധിക്കാതെ ഒരു ടെൻഷനുമില്ല, നമ്മൾ മൈൻഡ് ഫുൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ടൈം കണ്ടെത്തും. നമുക്ക് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാണ്ടാവുക, മൈൻഡൊക്കെ എപ്പോഴും സ്ട്രെസ് ആയിരിക്കുന്ന ടൈമിലാണ് നമ്മളിതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ വ്യത്യാസം, വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ പൊതുവേ ഡെലിവറിക്ക് ശേഷം നമ്മുടെ വൈറ്റമിൻസ് എല്ലാം കുറയും. കാൽഷ്യം ആയാലും അയൺ ആയാലും പിന്നെ വിറ്റാമിൻ ഡി ആയാലും. അപ്പോൾ അതിനാണ് നമ്മൾ ടാബ്ലറ്റ് എടുക്കാൻ പറയുന്നത്. 6 മാസത്തോളം കാൽഷ്യം അയൺ എടുക്കാൻ പറയുന്നതിനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കറക്റ്റ് ഡെയിലി അങ്ങനെ വെച്ചിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എല്ലാവരെങ്കിലും കഴിക്കും. അതിൻ്റെ എഫക്റ്റ് നമുക്ക് പിന്നീടാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ മെൻ്റലി വന്ന ചേഞ്ച് എന്ന് പറയാൻ അങ്ങനെ ഞാൻ പൊതുവേ ഭയങ്കര സെൻസിറ്റീവാണ്. അതായത് പണ്ടേ എനിക്ക് ഇമോഷൻസ് ഒന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നല്ല. കരച്ചിൽ വന്നാൽ അത് ഇന്നവർ കാണും, അല്ലെങ്കിൽ ആൾക്കൂട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം കരയാൻ പാടില്ല, അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ കരയും. അതുപോലെ ചിരി വന്നാൽ ചിരിക്കും. എനിക്ക് ചെറിയൊരു കാര്യം വന്നാൽ തന്നെ എനിക്ക് പെട്ടെന്ന് സന്തോഷം വരും. അതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നത്തിന് തന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനാവും. ചിലപ്പോൾ നമുക്കതിപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ചുമ്മാ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഞാൻ പിന്നെ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഞാനിങ്ങനെ ഒരിക്കലും അത് നടക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനത് ഉണ്ടാവുമെങ്കിലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ അത് മുമ്പേ ഉണ്ടായ ഒരാളാണെങ്കിൽ ഈ ടൈമിൽ ചിലപ്പോൾ അത് കുറച്ച് അധികമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നും ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊന്നും നല്ലതാണെന്നല്ല, എനിക്കിങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ മോശമായ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതായത് ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അത് എന്നെപ്പോലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കമാണ് മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആവുന്നൊരു കാര്യം. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാമല്ലോ, ഒന്നും നോക്കാനില്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഉറക്കം വന്നാൽ നമുക്കപ്പോൾ ഉറങ്ങാം. അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ നമുക്ക് ഉറങ്ങാം. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ രാത്രി ചിലപ്പോൾ 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. പെട്ടെന്ന് നമുക്ക് എഴുന്നേൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പെട്ടെന്നല്ലേ ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൽ വരുന്ന ചേഞ്ചാണ്. അതായത് നമ്മൾ തലേന്ന് രാത്രി ഉറങ്ങി ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാണ് നമുക്കങ്ങനെ മെല്ലെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ. പക്ഷെ എനിക്ക് 1 മാസം മുമ്പേ ഞാൻ പെരിയാരത്ത് അഡ്മിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ 4 മണിക്കും 1 മണിക്കൊക്കെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ നോക്കാൻ എഴുന്നേറ്റത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം വന്നില്ല. പക്ഷെ വീട്ടിൽ തന്നെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഇപ്പോൾ എഴുന്നേക്കണമെന്നൊന്നുമില്ലല്ലോ, കുറച്ച് വൈകിട്ടായാലും എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആടെ പക്ഷേ നമ്മൾ 8 മണിയാകുമ്പോഴത്തേനും കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ മാറി ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോഴത്തേനും റെഡി ആയിരിക്കണം. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും, ബാത്റൂമൊക്കെ ഒഴിഞ്ഞ് കിട്ടണ്ടേ, കുറേ വാർഡല്ലേ. അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം വന്നില്ല. പിന്നെ പക്ഷെ എന്നാലും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മൈൻഡിനെ വല്ലാതെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് അവൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാമല്ലോ, ഇപ്പം അവൾ ഉറങ്ങുവാണ്. പക്ഷെ എനിക്ക് ഉറക്കം ഉണ്ടായാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ആയാലും അങ്ങനെ അവൾ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഉറങ്ങാതിരുന്ന് അങ്ങനെ ആയി. ഫോൺ നോക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കും. ഞാനിങ്ങനെ ഉറക്കത്തിലോട്ട് വഴുതി വീഴുന്ന ടൈമിലായിരിക്കും അവൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ഉറക്കം പോയി. പിന്നെ അവൾ ഉറങ്ങിയാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് വല്ലാതെ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് എന്തൊക്കെ രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പിറ്റേ ദിവസമായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. രാത്രി ചിലപ്പോൾ ഉറക്കം കിടക്കുമ്പോൾ അത്ര പ്രശ്നം തോന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമുക്കത് ഭയങ്കര ക്ഷീണമായിരിക്കും.
ശരീരത്തിനായാലും മനസ്സിനായാലും ഒരു ഉന്മേഷം ഉണ്ടാവില്ല, പെട്ടെന്ന് ദേഷ്യം വരും എല്ലാത്തിനോടും. അത് ഭയങ്കര പ്രശ്നമായിരിക്കും അത്. ഉറക്കം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ കുഞ്ഞ് കുറച്ച് വലുതായി അവൾ ഒറ്റയ്ക്ക് ഉറങ്ങാനാവുന്നത് വരെ എല്ലാവർക്കും ഇതേ പ്രശ്നം ഉണ്ടാവും. എനിക്ക് പക്ഷേ കുറച്ച് അധികം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെയുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ അവർ രാത്രി ഉറങ്ങും, കുഴപ്പമൊന്നുമില്ല, ഒരിക്കോ 2 വട്ടമൊക്കെ പാൽ കുടിക്കാൻ എന്നേക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊതിയാവും. പക്ഷേ ഇവൾ അങ്ങനെയല്ല. ഇവൾ പകലൊക്കെ പിന്നെയും നല്ലൊരു 2 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങും. പക്ഷെ രാത്രി അങ്ങനെ ഉറങ്ങുകയേ ഇല്ല. ഇപ്പോൾ 1/2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ എഴുന്നേറ്റുകൊണ്ടിരിക്കും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങും. അത് ഓരോ ദിവസമാണ്. അതിപ്പം കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ സ്വന്തമായിട്ട് ഉറങ്ങാനാവുന്നത് വരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചേഞ്ചസ് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ ഉറക്കത്തിൻ്റെ കാര്യം തന്നെയാണ്. നമുക്കത് പെട്ടെന്ന് വരുന്നൊരു മാറ്റമാണ്. നമുക്കത് ഒന്നും ചെയ്യാനും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈറ്റമിൻസിൻ്റെ കാര്യമൊക്കെ ഞാനിതിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി, എനിക്ക് പൊതുവേ ഷോർട്ട് സൈറ്റ് ആണ്. അതായത് അപ്പോൾ ഞാൻ അതിന് സ്പെക്സ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അടുത്ത ചെക്ക് ചെയ്യുന്നവർ പറഞ്ഞത് പൊതുവേ ഡെലിവറിക്ക് ശേഷം എല്ലാവർക്കും കണ്ണിന് കാഴ്ച കുറച്ച് കുറയും. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലോണം കുറഞ്ഞു. അതായത് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സ്പെക്സ് വെക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്നൊന്നും വെക്കാറില്ല. എപ്പോഴും വെക്കണം എന്നാണ് പറഞ്ഞത്, വീട്ടിൽ നിന്നൊന്നും വെക്കാറില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. കുഴപ്പമില്ലവരാണെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിലും ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞവർക്ക് അത് നോക്കുന്നുണ്ട്. കാരണം പിന്നെ നല്ലോണം നമുക്ക് ചിലപ്പം തിരിയണം എന്നില്ല. പെട്ടെന്നായിരുന്നു നമുക്കിതെന്താ ഇങ്ങനെ പെട്ടെന്ന് മങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി എല്ലാവർക്കും കണ്ണിന് കാഴ്ചശക്തി കുറയുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നോട് കണ്ണിന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞതാണ് ഡെലിവറി കഴിഞ്ഞവർക്ക് ചിലപ്പോൾ പവർ കുറച്ച് കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. പിന്നെ വൈറ്റമിൻസും അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനൊന്നും വൈറ്റമിൻസ് ടെസ്റ്റ് ഇതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് വൈറ്റമിൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം അവരൊക്കെ പറഞ്ഞത് നമ്മൾ ഡെലിവറിക്ക് മുമ്പേ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഡെലിവറിക്ക് ശേഷം കുറയും. നമ്മളിൽ എന്ത് നല്ല ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാലും അത് പല കാരണങ്ങളായാലും അത് കുറയും. അപ്പോൾ വൈറ്റമിൻ ഡി പോലുള്ളതൊക്കെ കുറഞ്ഞാലും നമ്മുടെ നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പം എല്ലാവരും ഈ വൈറ്റമിൻസും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പം എനിക്ക് പറയണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ഞാൻ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരിക്കലും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് ഓരോരൊക്കെ ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് നല്ല രീതിയിൽ ഉണ്ടാവും. എനിക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് എന്നിൽ മാത്രം ഒതുങ്ങി നിർത്തിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലവരത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഞാനത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാതെ പിടിച്ചു വെച്ചുകൊണ്ടാണോ എന്ന് ഇല്ലാന്ന് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കുട്ടീൻ്റെ ഒരു ഇത് കൂടി ആകുമ്പോൾ നമുക്ക് എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടിനനുസരിച്ചിരിക്കും തോന്നുന്നു നമ്മുടെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലായാലും ഏട്ടൻ്റെ വീട്ടിലായാലും ഇപ്പോൾ കുട്ടീനെ എടുക്കാനായാലും നോക്കാനായാലും ഒക്കെ ആൾക്കാരുണ്ടായതുകൊണ്ട് അവർ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന ഇത് നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി ചിലപ്പം ചിലവർക്ക് ഇനി എത്ര ഹസ്ബൻഡ് കൂടിയില്ലവർക്കായാലും ഇനി നല്ല അമ്മയായാലും അമ്മയമ്മയായാലും ഏച്ചി ആയാലും ഏട്ടനായാലും കൂടിയില്ലവരൊക്കെ നല്ലവരായാലും ചിലപ്പോൾ ചിലവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ അതായത് എന്താ പറയാണ്ടേന്ന് എനിക്കറിയില്ല. നമ്മൾ മാത്രം അറിയുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് എത്രത്തോളം അത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്ക് എത്ര പേര് സപ്പോർട്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല, എന്നെ ഇത്ര മാത്രം ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചാലും നമ്മുടെ ആ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. ഹോർമോൺസ് ഒക്കെ നമുക്ക് അങ്ങനെയാണ്, പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ചിന്തകളൊക്കെ വരാം. പല രീതിയിൽ നമ്മൾക്കിങ്ങനെ ദേഷ്യം വരാം, കരച്ചിൽ വരാം, അങ്ങനെയൊക്കെ വരാം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ആ ഒരു സ്റ്റേജിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ചിലവർക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ട അവസ്ഥ വരാം. ആരും അതിന് മടിക്കരുത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് സംസാരിക്കുക, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഡോക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പറഞ്ഞു തരും. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കാരണം അത് നമ്മളെക്കാളും ബാധിക്കുന്നത് നമ്മളെ കുട്ടിയായിരിക്കും. നമ്മുടെ ദേഷ്യവും സങ്കടമൊക്കെ നമ്മൾ ഫസ്റ്റ് തീർക്കുക. നമുക്കിപ്പോൾ തീർക്കാൻ പറ്റുന്ന നമ്മളെ കുട്ടിയോടായതുകൊണ്ട് നമ്മളെ കുട്ടിയോടായിരിക്കും തീർക്കുക. അത് കുട്ടിയോട് ദേഷ്യം വരാനും വെറുപ്പ് വരാനും കുട്ടിയെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഡോക്ടറെ കാണിക്കുക. കാരണം നമ്മളെ കുട്ടിയെയും നമുക്ക് എത്രത്തോളം അവരെ ഇഷ്ടമാണെന്ന് നമുക്കറിയാം. നമുക്കൊരിക്കലും അവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ തല്ലാനോ ഒന്നും താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രത്തോളം
ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജിലോട്ട് പോകാമെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഒരു കൺട്രോളിൽ നിർത്തിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ്. ഇതൊക്കെ ഞാൻ പറയും, ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതാണ്. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് അങ്ങ് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് പറയുന്നതാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതൊക്കെ പറയാൻ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഉദ്ദേശിച്ചല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചേച്ചിമാരോടോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരോടോ പറയുന്ന രീതിയിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ചേട്ടന്മാരോ അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ കൂടെ നിൽക്കാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പുറത്താണെങ്കിലും എനിക്ക് എത്രത്തോളം സപ്പോർട്ട് തരാൻ പറ്റും അത്രയും തന്നുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് ആ ഒരു രീതിയിലോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാത്തത്. അതുപോലെ തന്നെ ഫാമിലീസ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും ചിലവർ നല്ല പഴഞ്ചൻ ചിന്താഗതിയുള്ളവരായിരിക്കും, ചിലവർ നല്ല ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചിലവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് മൈൻഡിൽ ഇങ്ങനെ കൊള്ളും. അത് ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, അത് ഇതിലേ കേട്ട് അതിലേ വിടാൻ ശ്രമിക്കുക, നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക, മറ്റേത് പൊട്ടേന്ന് നോക്കുക. ഇതൊക്കെ പറയാൻ ഞാൻ ഇങ്ങനെയൊന്നല്ല, ഞാൻ നല്ലത് പൊട്ടയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് അങ്ങനെ ആവണം എന്ന് എനിക്കറിയാം. എൻ്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ ബാക്കിയുള്ളവർ പറഞ്ഞത് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വെച്ചാണ് അങ്ങനെ പറയുന്നത്. അതായത് നമുക്കത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ ലൈഫിൻ്റെ പകുതി ഭാഗവും അത് ചിന്തിക്കാനേ സമയം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെങ്കിലും നല്ലവരാവട്ടെ, ഞാനോ ഇങ്ങനെയായി, അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും, ബാക്കിയുള്ള നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സ് അനുസരിച്ചിരിക്കും. കുറച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്, എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ മാത്രം വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അനിയത്തി എൻ്റെ കലൂസിൻ്റെ സെക്കൻഡ് മദർ എന്ന് വേണമെങ്കിൽ പറയാം. അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കുഞ്ഞിനെ. എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുത്തില്ല. രാത്രി എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് കരയുമ്പോൾ അവൾ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കും. അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എൻ്റെ അനിയത്തി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങി ഇതിങ്ങനെ വലിച്ച് വാരി നീട്ടി ചിലപ്പോൾ ഈ ടോപ്പിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് വീഡിയോ കാണുന്നെങ്കിൽ ഭയങ്കര ലാഗായിട്ട് തോന്നും. ഇനി അല്ല, ഈ ടോപ്പിക്ക് തന്നെ ആണെങ്കിലും കുറച്ച് ലാഗായി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. എനിക്ക് ഓർമ്മയിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഫിസിക്കലി എന്തൊക്കെയോ ചേഞ്ചസ് ഓരോരാൾക്കും ഓരോ രീതിയിൽ വരാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി കാര്യം എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാനങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്ത വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഓർത്തപ്പോൾ എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.